ഇന്ന് നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കാനാണ് പോകുന്നത്. ഞങ്ങളിവിടെ പുളിയിഞ്ചി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ഇഞ്ചിപ്പുളി, ഇഞ്ചിക്കറി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് സദ്യയുടെ കൂടെ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അതൊന്നും അല്ലാതെ വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കറുപ്പ് കളറുള്ള പുളിയിഞ്ചി കിട്ടാൻ നല്ല കറുപ്പ് കളറുള്ള പുളി എടുത്താലും മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പുളി വെള്ളത്തിലിട്ട് വെക്കാം. അതിനായിട്ട് വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇതൊരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം. 1 കപ്പ് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അളവ് പറയുകയാണെങ്കിൽ 125 ഗ്രാമിൻ്റെ കപ്പാണത്. ഞാനിതിലേക്ക് 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ വല്ലാതെ എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ 2 or 3 എടുത്താൽ മതി. ഒരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചിലർക്കൊന്നും ഇഞ്ചി കടിക്കണ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂപ്പിച്ചതിന് ശേഷം അതിൻ്റെ ചൂടെല്ലാം പോയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചതച്ചെടുത്താൽ മതി. ഞാൻ അപ്പോൾ ചതച്ചെടുക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കൂടുതലിട്ടാൽ ഇവിടെ കുട്ടികൾ കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ കായം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പിടാൻ മറന്നതായിരുന്നു. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ പുളിയിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒരു അരിപ്പ വെച്ച് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ കല്ലുപെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഉരുക്കി അരിച്ച് വെച്ച് കൊടുക്കുന്നത്. ഇനി ഒന്ന് കുറുകി വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. വെള്ളമായ ഒട്ടും ഇല്ലാത്തൊരു ബോട്ടിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കായിരിക്കും നല്ലത്.